ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് വെയിറ്റ് ലോസ് ഡ്രിങ്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. രാവിലെ നമ്മൾ തെറ്റിപ്പോയോ? എനിവേ സാരമില്ല അല്ലേ, എഡിറ്റിംഗ് ഒന്നും ഇല്ലാത്തൊരു വീഡിയോ കേട്ടോ. ഇതിനകത്ത് കാപ്പിപ്പൊടിയുണ്ട്, സിനമൻ പൗഡറുണ്ട്, ബാക്കി നിങ്ങൾ കണ്ടല്ലോ, കുരുമുളകും അങ്ങനെ ഏലക്ക കൊത്തായോ സംതിങ് ലൈക്ക് ദാറ്റ്, അതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. അത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് പറ്റിക്കണം. അത് ഡൈജഷന് നല്ലതാണ്. അപ്പോഴത്തേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണോ? എനിക്കും മൂത്ത മോനും കൂടെ റാഗി പുട്ടും പിന്നെ പയറും. ഓക്കെ, റാഗി പുട്ട് ഉണ്ടാക്കുമ്പോൾ ഇത്തിരി വെള്ളമായിട്ട് ഉണ്ടാക്കിയാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ട്. ഇത് ഹസ്ബൻഡിനുള്ള പുട്ടാണ്. ചെറിയ മോൻ എന്താ കഴിക്കണതെന്നൊക്കെ രാവിലെ എണീറ്റിട്ട് കഷിക്ക് അറിയാൻ പറ്റുള്ളൂ. അന്നേരം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരുവിധമൊക്കെ ആയിക്കോട്ടെ, അത് നന്നായിട്ട് ഞാൻ വെള്ളം പോലെ അങ്ങ് ഇത്തിരി കട്ട പരിവാട്ടോ എനിക്കിഷ്ടം. ഇതൊന്നും ഞാൻ കണയിലിട്ടോ ചിരട്ടപ്പുട്ടിലിട്ടോ അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല. ഞാൻ അപ്പച്ചമ്പിലിട്ടോ കേട്ടോ ഉണ്ടാക്കണേ. അന്നേരം പണി എളുപ്പമാണ്. ഇറ്റ് ഈസ് വെരി ഈസി. അന്നേരം ഞാൻ അങ്ങനെയാട്ടോ ചെയ്യാറ്. നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെയാണ് ചെയ്യാറ്. അന്നേരം ഇതിൻ്റെ കൂടെ ചെറുപയറും ആകുമ്പോഴേക്കും നല്ലതാണ്. റാഗി ശരിക്കും മില്ലറ്റ്സിൻ്റെ ഫാമിലിയിലേക്ക് പെടുന്നതാണ്. അന്നേരം അത് ഹെൽത്തി വേർഷനാണ് നമുക്ക്. അന്നേരം രാവിലെ നല്ലതായിട്ട് നല്ല സോളിഡായിട്ട് ഫുഡ് എടുക്കുക നമ്മൾ. ഇത് നമ്മുടെ വെള്ളം നല്ലതായിട്ട് തിളച്ച് വന്നത്. ഇത് ഡൈജഷന് ദ ബെസ്റ്റ്. പിന്നെ ഇത് നമുക്ക് മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് കുടിക്കാം, നൈറ്റ് ഡ്രിങ്ക് ആയിട്ടും കുടിക്കാം. നൈറ്റ് ഡ്രിങ്ക് ആയിട്ട് കുടിക്കണേ നല്ല കേട്ടോ. പിന്നെ 4 മുട്ട ഞാൻ പുഴുങ്ങാൻ വയ്ക്കുവാണ്. പുഴുങ്ങാൻ വയ്ക്കുമ്പോൾ ഞാൻ അതിനകത്ത് സോൾട്ടും ഒരു നുള്ള് ഓയിലും കൂടി ഒഴിച്ച് ബോയിൽ ചെയ്യാൻ വയ്ക്കും. അന്നേരം പൊട്ടാതെ കിട്ടുന്നൊക്കെയാണ്, ചിലപ്പോഴൊക്കെ പൊട്ട് കൂട്ടാം, പക്ഷെ മാക്സിമം പൊട്ടാതെ കിട്ടാറുണ്ട് കേട്ടോ. അന്നേരം മുട്ടയും പുഴുങ്ങാൻ വയ്ക്കുക. അന്നേരം ഇന്ന് ചെറുപയറും പുട്ടുമാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഒരു ദിവസം വെള്ളം 3 ലിറ്റർ മേളിൽ ഞാൻ കുടിക്കും. മിനിമം 3 ലിറ്റർ അല്ലെങ്കിൽ 3.25 ആവും ചില സമയത്ത്. ഇതാണ് എൻ്റെ റൊട്ടീൻ കേട്ടോ. പിന്നെ എന്നാ, വെള്ളം നന്നായിട്ട് തിളച്ച് മറിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് ഞാൻ ലേറ്റായിരുന്നു കുടിക്കാനായിട്ട്. ഇന്നെല്ലാം ലേറ്റായി, ഞാൻ എണീറ്റപ്പോഴേക്ക് ലേറ്റായിപ്പോയി കേട്ടോ. അന്നേരം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണം. ഉച്ചയ്ക്ക് ഞാൻ ബേസിക്കലി കഴിക്കണേ 2 മുട്ടയും കുറച്ച് സലാഡ്, കുറച്ചധികം സലാഡ് അങ്ങ് കഴിക്കും. അന്നേരം അതെ, പിന്നെ ഞാൻ 10:30 ആകുമ്പോൾ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കും. രാത്രി എന്ന് പറഞ്ഞാൽ ഒരു 4 മണി 4:30 ആകുമ്പോൾ ഒരു ഡ്രാഗൺ ഫ്രൂട്ടോ ഗ്രീൻ ആപ്പിളോ അങ്ങനെയൊക്കെയാണ് കഴിക്കുള്ളൂ. അല്ലെങ്കിൽ കിവിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് പരിപാടി അങ്ങ് നിർത്തും. ഇതാണ് മെയിൻ എൻ്റെ ഇത്. പിന്നെ നമ്മൾ കാപ്പിക്ക് ഒഴിച്ചു. കാപ്പി എന്നാണ് ഇതിന് ശരിക്കും പറയുന്നത്. കാപ്പിപ്പൊടി ഉള്ളതുകൊണ്ട് സിനമൻ പൗഡറും കാപ്പിപ്പൊടിയും ബാക്കിയല്ലേ. അന്നേരം കാപ്പി എന്നാണ് സാധാരണ പറയുന്നത്. അന്നേരം അറബിക് കോഫി എന്നാണ് ഇതിനെ വിളിക്കേണ്ടത് ശരിക്കുള്ള പേര്. അന്നേരം ഇത് കുടിച്ച് കഴിഞ്ഞു. ഞാനിപ്പോൾ സത്യത്തിൽ കുടിച്ച് കഴിഞ്ഞു കേട്ടോ, വോയിസ് ഓവർ കൊടുത്തപ്പോൾ. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇത് ഉപകാരമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതൊന്ന് ആൾക്കാർക്ക് സെൻഡ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ സെൻഡ് ചെയ്യുക. ഒരു ലൈക്കും ഒരു കമൻറ്റും താല്പര്യമുള്ളവർ, ഇത് യൂസ്ഫുള്ളായെന്ന് തോന്നണവർ ഒന്നൊരു കമൻറ്റും ഒരു ലൈക്കും ഇടണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണേ. അന്നേരം നമ്മുടെ വെള്ളമൊക്കെ റെഡിയാണ്. അന്നേരം ഇനി നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ